So next topic of discussion is beam of uniform strength. നമുക്കറിയാം ബെൻഡിങ് ഇക്വേഷൻ എം ബൈ ഐ ഇസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ. നമ്മൾ ഇത് മാത്രം എടുക്കുന്നു. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നതാണ് ബെൻഡിങ് സ്ട്രെസ്. ഇത് ഈ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റാണ് എം. ആൻഡ് ദിസ് എഫ് റിലേറ്റ്സ് ടു ദ ബെൻഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ ദ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയും. സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയലാണ് എഫ്. അപ്പോൾ ഇവിടെ നമുക്കറിയാൻ പറ്റും എഫ് ഇസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ. അതൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ എം ബൈ ഐ ബൈ വൈ എന്ന് എഴുതാം. സോ എഫ് മാക്സിമ വിൽ ബി എം ബൈ ഐ വൈ മാക്സിമ, ദാറ്റ് ഈസ് എം ബൈ സെഡ്. എന്താണ് സെഡ് എന്ന് പറയുന്നത്? സെക്ഷൻ മോഡുലസ് ആണ്. സോ മാക്സിമം സ്ട്രെസ് കിട്ടുന്നത് ഇസഡ് അല്ലെങ്കിൽ വൈ മാക്സിമം ഉള്ള സ്ഥലത്തായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഈ എഫ് മാക്സിമം അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് ബീമിന്റെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കുമോ? ഈ സെഡ് എന്ന് പറയുന്നത് ബി ഡി സ്ക്വയർ, ഒരു റെക്ടാംഗിൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ബി ഡി സ്ക്വയർ ബൈ 6 ആണ്. ഇത് ആ ഒരു ബീമിന് മാറ്റം വരുന്നില്ല, എപ്പോഴും ബി സെയിം ആയിരിക്കും, ഡി സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടെ എം എന്ന് പറയുന്നത് സപ്പോസ് ഒരു സിംപിൾ സപ്പോർട്ടഡ് ബീമാണ്, ഇവിടെ ഒരു പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇത്രേ ഉണ്ടാവുള്ളൂ. ഇവിടെയാണ് മാക്സിമം അല്ലാതെ വാല്യൂ ഉണ്ടാവുന്നത്. ബാക്കി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു മാക്സിമം മൊമെന്റിനനുസരിച്ചാണ് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മാക്സിമം മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം ഈ എഫ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ബീം അവിടെ സേഫായി നിൽക്കുള്ളൂ എന്നാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വേറൊരു ഇത് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെയുള്ള എമ്മിന്റെ വാല്യൂ കുറവാണ് അല്ലേ, ക്യാപിറ്റൽ എം വാല്യൂ കുറവാണ് ഇവിടെയൊക്കെ ഓരോ പോയിന്റ് എത്തുമ്പോൾ. ആൻഡ് 0 ആയിരിക്കും, ഇവിടെയും 0 ആയിരിക്കും. അങ്ങനെ ആ മൊമെന്റ് വാല്യൂ കൂടി കൂടി ഇവിടെ എത്തി മാക്സിമം കിട്ടി. അപ്പൊ ഈ വാല്യൂ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ പോയിന്റിലെയും എഫിന്റെ വാല്യൂ കുറവായിരിക്കുമല്ലോ. അതായത് ഈ റെസിസ്റ്റ് ചെയ്യപ്പെടേണ്ട സ്ട്രെങ്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ റെസിസ്റ്റ് ചെയ്യപ്പെടേണ്ട ബെൻഡിങ് സ്ട്രെസ് കുറവായിരിക്കും. അങ്ങനെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു യൂണിഫോം സ്ട്രെങ്ത് ആണ്, യൂണിഫോം ആയിട്ടുള്ള ഒരു സൈസാണ് ബീമിന് കൊടുത്തിരിക്കുന്നത് ത്രൂ ഔട്ട് ദ ലെങ്ത്. അപ്പൊ ഇവിടെയൊക്കെയുള്ള ഈ ഒരു മാക്സിമം മൊമെന്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അത്രയും സൈസ് ആവശ്യമില്ലല്ലോ അല്ലെ. ബീമിന്റെ ക്രോസ് സെക്ഷൻ ശരിക്കും അത്ര ആവശ്യമില്ല, കാരണം ഇവിടെയൊക്കെ മൊമെന്റ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ സൈസിൽ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് സെയിം ആയിട്ട് മാറില്ലേ? അതായത് മൊമെന്റ് കൂടുതലുള്ള സ്ഥലത്ത് ഒരു ബിയും ഡിയും കൊടുത്തു, മൊമെന്റ് കുറഞ്ഞ സ്ഥലത്ത് വേറൊരു ബിയും ഡിയും കൊടുത്തു, കുറഞ്ഞ ബിയും ഡിയും കൊടുത്തു. അപ്പോൾ ഇവിടെ എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് സെഡ് കുറച്ചുകൊണ്ടിരുന്നാൽ ഈ എം ബൈ സെഡ് എന്നൊരു സാധനം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ലേ? നമുക്ക് ഒരു കോൺസ്റ്റന്റ് പോലെ നിർത്താൻ പറ്റൂലേ? ദാറ്റ് മീൻസ് വി ആർ കീപ്പിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബീം, അതായത് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി യൂണിഫോം ആയിട്ട് നിലനിർത്താൻ പോവാണ്, ഒരൊറ്റ വാല്യൂ നിർത്താൻ പോവാണ്. അതിനെന്താ ചെയ്യുന്നത്? മൊമെന്റിന്റെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സെഡിൽ വ്യത്യാസം വരുത്തുന്നു. സെഡ് എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ ജോമെട്രിക്കൽ ഷേപ്പാണ്. ബിയും ഡിയും ആണ് സെഡിലുള്ളത്. ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ മൊമെന്റ് ആക്ടിംഗ്, ഇഫ് വി ക്യാൻ ചേഞ്ച് ദ ബി ആൻഡ് ഡി, വി മേ ഗെറ്റ് എ കോൺസ്റ്റന്റ് എഫ് വാല്യൂ. എം കൂടുമ്പോൾ സെഡിന്റെ വാല്യൂ കൂട്ടുക. സെഡിന്റെ വാല്യൂ കൂട്ടുക മീൻസ് ബിയോ ഡിയോ കൂട്ടുക. എം കുറയുമ്പോൾ സെഡിന്റെ വാല്യൂ കുറയ്ക്കുക, അല്ലെങ്കിൽ ബിയോ ഡിയോ കുറയ്ക്കുക. സോ ദിസ് സ്ട്രെങ്ത് അല്ലെങ്കിൽ the resisting capacity of the beam is kept constant by changing the dimension of the cross section dimension of the beam. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്താ? ഈ എഫ് കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചാലുള്ള ഗുണം, ഇതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമുക്ക് ബീമിന് ഡയമെൻഷൻ കുറയ്ക്കാൻ പറ്റും അല്ലേ. അത്രയൊന്നും അവിടെ ഡയമെൻഷൻ ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ഇതൊരു എക്സാമ്പിൾ പറയാം, നമുക്ക് കുറച്ചൊരു പ്രിയ ഒരു കാൻലിവർ ബീം ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ. പണ്ടൊക്കെ കാൻലിവർ ബീം ചെയ്യുമ്പോൾ, ഇപ്പം അത്ര ചെയ്യുന്നില്ല, പക്ഷെ പണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കാൻലിവർ ബീമിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഇവിടെയാണ് സപ്പോർട്ട് എങ്കിൽ. അല്ലെങ്കിൽ സൺഷെയ്ഡ് നോക്കുക. സൺഷെയ്ഡിന്റെ ബീം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, സൺഷെയ്ഡിന്റെ സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൺഷെയ്ഡിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അത് എൻഡിലേക്ക് പോകുന്നതിനനുസരിച്ച് സൺഷെയ്ഡിന്റെ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം എന്താ? ഇവിടേക്ക് വരുമ്പോൾ
കാൻലിവറിൽ എൻഡിൽ മൊമെന്റ് കുറഞ്ഞു കുറഞ്ഞു വരും, മാക്സിമം മൊമെന്റ് ഇവിടെ ഇരിക്കും. അപ്പം മൊമെന്റ് കൂടുന്നതിനനുസരിച്ച് ഈ തിക്നെസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്നു. അപ്പം മൊമെന്റ് കൂടുന്നതിനനുസരിച്ച് തിക്നെസ് കൂടി കൂടി വന്നു. അപ്പോൾ ഇവിടെ മൊമെന്റ് കൂടുമ്പോൾ തിക്നെസ് കൂടുമ്പോൾ സെഡ് കൂടും. ദാറ്റ് മീൻസ് ഇതിന്റെ കപ്പാസിറ്റി ലോഡിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി എന്നർത്ഥം അല്ലേ? ദാറ്റ് മീൻസ് ഇതിന്റെ സ്ട്രെങ്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചു എന്നർത്ഥം. സോ ഇൻ എ സ്ട്രക്ചർ, ഇഫ് the strength is kept constant throughout the length of the beam അല്ലെങ്കിൽ throughout the span of the beam, it is known as a beam of uniform strength. എക്സ്റ്റേണൽ മൊമെന്റിനനുസരിച്ച് അതിന്റെ റെസിസ്റ്റിംഗ് കപ്പാസിറ്റിയിൽ വ്യത്യാസം വരുത്തി എന്നർത്ഥം. അപ്പോൾ ആ റേഷ്യോ ദാറ്റ് ഈസ് M/Z എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. F is kept as a constant. ക്ലിയർ ആയോ? ഇറ്റ് ഈസ് ദ ബീം വെയർ the strength of the beam is kept constant, or ബ്രാക്കറ്റിൽ bending stress is kept constant throughout the span of the beam, is known as a beam of uniform strength. അപ്പോൾ ഈ ഒരു എമ്മിനനുസരിച്ച് സെഡ് മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ മാറ്റം വരുത്താം? ഇതാണ് സെഡിന്റെ ഇക്വേഷൻ. ബി കുറച്ചുകൊണ്ടും കൂട്ടിക്കൊണ്ടും വ്യത്യാസം വരുത്താം. അതൊരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡോ, ബി കോൺസ്റ്റന്റ് ആക്കിയിട്ട് ഡി നമുക്ക് മാറ്റം വരുത്താം. ബിയിൽ മാറ്റം വരുത്തുന്നു. രണ്ടാമത്തത് മെത്തേഡിൽ ഡിയിൽ മാറ്റം വരുത്തുന്നു. മൂന്നാമത്തത് ബിയും ഡിയും മാറ്റം വരുത്തല്ലോ. ബോത്ത് ബി ആൻഡ് ഡി മാറ്റം വരുത്തിയിട്ട് സെഡ് M/Z കോൺസ്റ്റന്റ് ആക്കാൻ പറ്റും അല്ലേ? സോ ബെൻഡിങ് സ്ട്രെസ് ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് കിട്ടാൻ നമുക്ക് 3 മെത്തേഡാണ്. ഒന്ന്, ബീമിന്റെ ബ്രെഡ്ത്തിൽ ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ ഡെപ്തിൽ ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ ബോത്ത് ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് ചേഞ്ച് വരുത്തിയിട്ട് ഈ സെഡിനെ ചേഞ്ച് വരുത്തിയാൽ ഈ M/Z കോൺസ്റ്റന്റ് ആയി നിൽക്കും. സോ വിൽ ബി ഗെറ്റിംഗ് എ കോൺസ്റ്റന്റ് സ്ട്രെങ്ത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ, എ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത്, എ ബീം ഇൻ വിച്ച് ദ മാക്സിമം സ്ട്രെങ്ത്, മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഈസ് സെയിം അറ്റ് എവറി സെക്ഷൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എഫ് എന്ന വാല്യൂ ഈസ് സെയിം അറ്റ് എവറി സെക്ഷൻ ഈസ് കോൾഡ് എ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത്. ദിസ് മാക്സിമം സ്ട്രെസ് മേ ബി ദ അലോവബിൾ ബെൻഡിങ് സ്ട്രെസ് ഓഫ് ദ മെറ്റീരിയൽ. ഇത് ആ മെറ്റീരിയലിന്റെ മാക്സിമം കപ്പാസിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് യൂസ് വരുള്ളൂ. ദ ബെൻഡിങ് സ്ട്രെസ് അറ്റ് ഇൻ സെക്ഷൻ ഇസ് ഗിവൺ ബൈ സിഗ്മ. എഫ് ഇസ് ഈക്വൽ ടു, നമുക്ക് സിഗ്മ വേണ്ട, നമുക്ക് എഫ് ഉപയോഗിക്കാം. എഫ് ഇസ് ഈക്വൽ ടു M/Z അല്ലേ? ഇതാണ് ഇക്വേഷൻ. നമ്മളിപ്പോൾ എഴുതിയതാണ് എഫ് ഇസ് ഈക്വൽ ടു M/Z എന്ന് എഴുതി. സോ ദിസ് വെൻ ബെൻഡിങ് മൊമെന്റ് ഡിക്രീസസ്, സെഡ് ഡിക്രീസ് ചെയ്താൽ മാത്രമേ എഫ് കോൺസ്റ്റന്റ് ആയി നിൽക്കുള്ളൂ. സോ എമ്മിനനുസരിച്ച് വി ഹാവ് ടു ചേഞ്ച് സെഡ്. അതെങ്ങനെ ചെയ്യാം? ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ ഫോളോയിങ് വേസ്. ഫസ്റ്റ് വൺ, ബൈ കീപ്പിംഗ് ദ വിഡ്ത്ത് കോൺസ്റ്റന്റ്, അതായത് ബി കോൺസ്റ്റന്റ് ആക്കി വെക്കാം, ആൻഡ് വേരിയിങ് ദ ഡെപ്ത്. ഇതുപോലെ ഇത് ആ ബീമിന്റെ എലവേഷനും പ്ലാനുമാണ് ഒന്നാമത്തെ കണ്ടീഷനിൽ. എന്നാൽ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് കീപ്പിംഗ് ദ വിഡ്ത്ത് കോൺസ്റ്റന്റ് ആൻഡ് വേരിയിങ് ദ ഡെപ്ത്. അപ്പോൾ എവിടെയാണ് മൊമെന്റ് കുറവ് അവിടേക്ക് ഡെപ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. സോ ദിസ് ഇസ് ദ പ്ലാൻ ആൻഡ് ദിസ് ഇസ് ദ എലവേഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ബൈ കീപ്പിംഗ് ദ ഡെപ്ത് കോൺസ്റ്റന്റ് ആൻഡ് വേരിയിങ് ദ വിഡ്ത്ത്. ഇതുപോലെ ഈ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഫിഗർ പോലെ ഡെപ്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചു, പക്ഷെ വിഡ്ത്ത് ഒരു എൻഡിന്ന് കുറഞ്ഞു കുറഞ്ഞ് മറ്റേ എൻഡിലേക്ക് 0. എവിടെയാണോ മൊമെന്റ് കുറവ്, ഇപ്പോൾ കാൻലിവർ ആണെങ്കിൽ ഇതുപോലെ എൻഡിലേക്ക് എത്തുമ്പോൾ 0 ആയി. ഇതിപ്പോൾ ഒരു കാൻലിവറിന്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുമ്പോഴേക്കും മൊമെന്റ് 0 ആയി അല്ലേ? ഇനി രണ്ടും മാറ്റം വരുത്താം, ഡിയിലും ബിയിലും. അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇവിടെ സെഡിന്റെ വാല്യൂ വ്യത്യാസം വരും, കറസ്പോണ്ടിങ് ടു എം. അപ്പോൾ M/Z ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. സോ എഫ് വിൽ ബി കീപ്പിംഗ് ആസ് എ കോൺസ്റ്റന്റ്. ഇത് കൂടുതൽ എഫക്റ്റീവ് ഏതായിരിക്കും? ഏത് മാറ്റം വരുത്തുമ്പോഴാണ് വലിയ എഫക്റ്റ് വരിക? ബി ആണോ ഡി ആണോ? നമ്മൾ ഇക്വേഷൻ എന്താ? സെഡിന്റെ B(d²/6) ആണ്, റെക്ടാങ്കിൾ ആണെങ്കിൽ. അപ്പോൾ ഡിന്റെ എഫക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക ചെറിയ വ്യത്യാസം കൊണ്ട് കൂടുതൽ എഫക്റ്റ് കിട്ടുക ഡിയിൽ വ്യത്യാസം വരുത്തുമ്പോഴായിരിക്കും അല്ലേ? എനിവേ, സോ ദിസ് ഈസ് ദ മെത്തേഡ് ഹൗ വി ക്യാൻ ഗെറ്റ് എ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത്. ഇപ്പോൾ ബീം ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. സോ റൈറ്റ് എ നോട്ട് ഓൺ ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ആസ് എ ബീം വിത്ത് കോൺസ്റ്റന്റ് ബെൻഡിങ് സ്ട്രെസ് ഈസ് നോൺ ആസ് എ beam of uniform strength. This can be achieved
by changing the section modulus value, because F is equal to m by z. And this can be achieved in three ways. One, keeping the width constant and varying the depth. ഈ ഫിഗർ വരയ്ക്കാം. രണ്ടാമത്തത് by keeping the depth constant and varying the width. ഈ ഫിഗർ വരയ്ക്കാം. മൂന്നാമത്തത് by varying both the depth and width. ഈ ഫിഗർ വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇത് തിയററ്റിക്കലി നമുക്ക് പറയാം, എൻഡിൽ 0 വിഡ്ത്ത് എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ 0 ഡെപ്ത് എന്നൊക്കെ പറയാം. അത് പോസിബിൾ ആണോ? കാരണം റീഇൻഫോഴ്സ്മെന്റിന് മിനിമം ഒരു സൈസ് വേണ്ടേ റീഇൻഫോഴ്സ്മെന്റ് പാക്ക് ചെയ്യണമെങ്കിൽ. ബീമിന്റെ അല്ലെങ്കിൽ ഈ സ്ലാബിന്റെ ഉള്ളിൽ ഒരു ബീം, ഒരു കമ്പി കൊടുക്കണമെങ്കിൽ ഒരു മിനിമം സ്പേസ് ഒക്കെ വേണ്ടേ? അപ്പോൾ 0 എന്നുള്ളത് കൺസെപ്ച്വൽ മാത്രമാണ്, അല്ലെങ്കിൽ തിയററ്റിക്കൽ മാത്രമാണ്, ശരിക്കും നടത്താൻ പറ്റില്ല. എനിവേ നമ്മൾ വലിയൊരു ബീമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡെപ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെറ്റീരിയൽസിന്റെ അളവ് കുറച്ചാൽ മതി, അല്ലേ? കോൺക്രീറ്റ് അത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ അങ്ങനെ കോൺക്രീറ്റ് കുറയുമ്പോൾ അതിന്റെ സെൽഫ് വെയിറ്റ് കുറയും. സെൽഫ് വെയിറ്റ് കുറയുമ്പോൾ വേണ്ട റീഇൻഫോഴ്സ്മെന്റ് കുറയും. സോ ഇൻ എഫക്ട് മെറ്റീരിയൽ നമുക്ക് വളരെ കുറയ്ക്കാൻ പറ്റും. വെയിറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ദ ബീം ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതാണ് ഇതിനെ കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ്. തിയററ്റിക്കലി 0 കൊടുക്കാൻ പറ്റില്ല എങ്കിലും വി ക്യാൻ റെഡ്യൂസ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്, അല്ലേ? വലിയൊരു ബീമൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 മീറ്റർ ഡെപ്ത് ഒക്കെ ഉള്ള ബീമാണെങ്കിൽ ഒരെൻഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 1/2 മീറ്റർ മതിയെങ്കിൽ 1/2 മീറ്ററിന്റെ സൈസ് നമുക്ക് അവിടെ അത്രയും ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് കുറയ്ക്കാൻ പറ്റില്ലേ? So huge quantity reduction and hence cost of the materials and hence the cost of the construction can be reduced by this method. Okay, that is the advantage of this concept of beams of uniform strength. ഇനി നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലത്തിലേക്ക് നോക്കാം. പ്രോബ്ലത്തിന്റെ മുന്നേ അതിൻ്റെ ഒരു കൺസെപ്ച്വൽ സാധനം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ പോയിന്റ് ലോഡ് ഉണ്ട് അവിടെ. ഇപ്പോൾ വിഡ്ത്ത് മാറുന്നതിനനുസരിച്ച് എവിടെ എന്താ പറയുന്നത്, നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ എങ്ങനെ ബീമിനെ യൂണിഫോം സ്ട്രെങ്ത് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ, ഡെപ്ത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇക്വേഷൻ അറിയാം, 1/6 × BD² ആണ് സെഡിന്റെ വാല്യൂ. അപ്പോൾ ഈ ഡി ഡിസ്റ്റൻസിനനുസരിച്ച് മൊമെന്റിന്റെ ഒരു ഇക്വേഷൻ എടുത്തു നമ്മളിവിടെ. മൊമെന്റ് ഇസ് ഈക്വൽ ടു, ഇതാണ് ഇവിടെ ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനിലെയും മൊമെന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ മൊമെന്റിന്റെ ഇക്വേഷനിലൊരു എക്സ് വാല്യൂ ഉണ്ടാവും. ആ എക്സ് കൂടുന്നതിനനുസരിച്ച് ഡിയിലെ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ ഇവിടെ ഡിന്റെ ഇക്വേഷനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഡിന്റെ ഒരു സ്ക്വയർ റൂട്ടിന്റെ എക്സിനാണ് കാണുന്നത്. അത് ഡിന്റെ വാല്യൂ ഇങ്ങനെ പാരബോളിക് ആയിട്ടാണ് വേരിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻ പ്രാക്ടിക്കൽ ഇതാണ് ഡെപ്ത് എങ്കിലും എൻഡിൽ ഈ രീതിയിലും മാക്സിമം മൊമെന്റ് ഉള്ള സ്ഥലത്ത് ഈ രീതിയിലേക്ക് കൊടുക്കുക, ബാക്കിയുള്ള വേരിയേഷൻ ഇങ്ങനെ പാരബോളിക് ഷേപ്പിൽ കൊടുക്കുകയാണ്. ഇത് എലവേഷൻ ആണ്. പാരബോളിക് ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് സ്ട്രെങ്ത് ഉള്ള ബീമായിട്ട് മാറി. ഒരു പോയിന്റ് ലോഡിന്റെ കേസിൽ വിഡ്ത്ത് നമ്മളിവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കോൺസെപ്റ്റ്, അതിൽ രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ ഡെപ്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് വിഡ്ത്താണ് മാറ്റുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ്റെ അകത്ത് വിഡ്ത്തിന്റെ ഒരു വേരിയേഷനുള്ള ഇക്വേഷൻ കിട്ടും. നോക്കുകയാണെങ്കിൽ ഇവിടെ വിഡ്ത്ത് ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആയിട്ട് മാറി. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ആണ്. അപ്പോൾ അങ്ങനെ വേരി ചെയ്യുന്ന സമയത്ത് നമുക്ക് ബീമിന്റെ വിഡ്ത്തിലെ വേരിയേഷൻ ഇങ്ങനെ കിട്ടും. കണ്ടല്ലോ, ഡെപ്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചു, വിഡ്ത്ത് ഇങ്ങനെ വേരി ചെയ്തു. ഇതൊരു തിയററ്റിക്കൽ ആസ്പെക്ട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയില്ലെങ്കിലും ഈ ഒരു ഫിഗർ എങ്കിലും മനസ്സിൽ വെക്കുക എങ്ങനെയാണ് വേരി ചെയ്യുന്നത്. ഡെപ്ത് കോൺസ്റ്റന്റ് ആക്കിയിട്ട് വിഡ്ത്ത് വേരി ചെയ്യുമ്പോൾ വിഡ്ത്ത് ഇങ്ങനെ മാറും. അതേ സമയത്ത് വിഡ്ത്ത് കോൺസ്റ്റന്റ് ആക്കിയിട്ട് ഡെപ്ത് വേരി ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊമെന്റിന്റെ സ്ക്വയർ വേരിയേഷൻ, സെഡിന്റെ വാല്യൂ ഒരു BD² ഉള്ളത് കൊണ്ട് ഈ രീതിയിലേക്കായിരിക്കും അതിന്റെ മാറ്റം ഉണ്ടാവുക. അത്ര മാത്രം മനസ്സിൽ വെക്കുക. ക്ലിയർ അല്ലേ? ഇനി ഒരു കാൻലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ എൻഡ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെഡിന്റെ വാല്യൂ റെക്ടാങ്കിൾ ആയതുകൊണ്ട് BD² ആയിരിക്കും, ഡിന്റെ വാല്യൂ ഇങ്ങനെ ആയിരിക്കും വേരി ചെയ്യുക. ഇവിടെ മൊമെന്റ് മാക്സിമം ആയിരിക്കും, അപ്പോൾ ഡെപ്ത് മാക്സിമം വേണം, ഇവിടെ 0 വേണം. വിഡ്ത്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഇതേപോലെ ഡെപ്ത് കോൺസ്റ്റന്റ് ആക്കിയിട്ട് വിഡ്ത്ത് വേരി ചെയ്യുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ 0 ആയി. സിംപിൾ സപ്പോർട്ടിൽ എവിടെയാ പ്രശ്നം വെച്ചാൽ രണ്ട് എൻഡിലായിരിക്കും 0, സെന്ററിൽ മാക്സിമം ആയിരിക്കും.
കാൻലിവർ വരുന്ന സമയത്ത് മാക്സിമം ഷിയർ ഫോഴ്സ് ആയാലും മാക്സിമം ബെൻഡിംഗ് മൊമെന്റ് ആയാലും ആക്ട് ചെയ്യുന്നത് അറ്റ് സപ്പോർട്ടാണ്. ഈ എൻഡിൽ 0 ആയിരിക്കും. ഇപ്പോൾ രണ്ട് കേസിലും ഡി ആണെങ്കിലും ബി ആണെങ്കിലും എൻഡിൽ 0 ആയിരിക്കും. നേരത്തെ പറഞ്ഞ കേസിൽ രണ്ട് എൻഡിലാണ് 0, സെൻട്രലിൽ മാക്സിമം. അതാണ് കാൻലിവറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസം ശരിക്കും ഒന്ന് മനസ്സിൽ വെക്കാം. ചിലപ്പോൾ ഈ ഒരു ഡയഗ്രാം മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം വരച്ചാൽ മതി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് എങ്ങനെ മാറും എന്നുള്ള വേരിയേഷനെ പറ്റി ഐഡിയ ഉണ്ടാവണം. തിയറിറ്റിക്കൽ ഈ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ നോക്കണമെന്നില്ല. ജസ്റ്റ് ഈ ഡയഗ്രാം മാത്രം ഒന്ന് ശരിക്കും തറവായിട്ട് പഠിച്ചു വെക്കാം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിലൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. A cantilever 3 meter long carries a uniformly distributed load of 20 kilonewton per meter. Width of the beam is 100 and remains constant throughout the length. Find out the depth of the section at the middle span and at the fixed end. If strength is kept constant, that is F is kept constant at 120 meganewton per m square. ഓക്കെ, ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കാൻറ്റിലിവർ ബീമാണ് വിത്ത് UDL 20 kilonewton per meter ആണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി. ആൻഡ് 3 meter ആണ് കണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെപ്ത് അറ്റ് ഇവിടെയും പിന്നെ ഡെപ്ത് അറ്റ് 1.5 meter ആണ് കണ്ടത്. B ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആസ് 100 mm. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ F is given as 120 meganewton per meter square. നമുക്ക് കാൽക്കുലേഷൻ സൗകര്യത്തിന് ഇവിടെ മീറ്റർ ഉണ്ട്, ഇവിടെ മീറ്റർ ഉണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ മീറ്റർ തന്നെ നിർത്താം. 120 into 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ശ്രദ്ധിക്കണം യൂണിറ്റ്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ബി വാല്യൂ 100 mm ആണ്. അപ്പോൾ 100 mm എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി മീറ്ററിലേക്ക് പോവുകയാണെങ്കിൽ 0.1 meter ആയി. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്ഥലത്തെ ഡെപ്ത് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, m/i = f/y അല്ലെങ്കിൽ m = f × z നമുക്കറിയാം. ദാറ്റ് ഇസ് റെക്ടാങ്കുലർ ആണെങ്കിൽ m = f × b(d²/6) എന്ന് പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ വേരിയബിൾ d ആണ്, കറസ്പോണ്ടിങ് ടു m വാല്യൂ. അപ്പോൾ എമ്മിന്റെ ഇക്വേഷൻ കണ്ടിട്ട് അല്ലെങ്കിൽ എമ്മിനനുസരിച്ച് വേണം ഈ d² കാണാൻ. അപ്പോൾ നമുക്ക് m അറ്റ് സെന്റർ പോയിന്റ് അറ്റ് 1.5 മീറ്ററിൽ എന്തുണ്ടാവും? m ഇതൊരു കാൻറ്റിലിവർ ആണ്. അപ്പോൾ 1.5 മീറ്റർ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ മാത്രം എടുക്കുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡിലുള്ള UDL കൊണ്ടുണ്ടാവുന്ന മൊമെന്റ് ദാറ്റ് വിൽ ബി റൈറ്റ് സൈഡിലുള്ള UDL എന്താ? 20 into ഡിസ്റ്റൻസ് 20 kilonewton ആണ്. സോ 20 kilonewton ഈസ് 20 Newton per meter ആക്കാം. നമുക്ക് 20 into 10⁻³ kilonewton ന്യൂട്ടൺ ആക്കി ഇൻറ്റു ഡിസ്റ്റൻസ് 1.5 ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ 2 ദാറ്റ് ഈസ് 1.5² / 2. നിങ്ങൾക്കറിയാം ഇക്വേഷൻ W ഇൻറ്റു x²/2 അല്ല, ഇക്വേഷൻ എന്ന് പറയുന്നത് W x²/2 ആണ്. സോ 2 into 10⁻³ into 1.5² / 2 ആണ് ഈ മൊമെന്റ് അറ്റ് ദിസ് പോയിന്റ്. ഇതിനെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് 20 into 10⁻³ into 1.5² / 2 is equal to അവിടെ F is equal to 120 into 10⁻⁶ into B is 0.1 meter into d²/6. ഇത് സോൾവ് ചെയ്താൽ we'll be getting D is equal to 0.106 meter എന്ന് കിട്ടും. ദാറ്റ് മീൻസ് എത്ര mm ആണ്? 106 mm എന്ന് കിട്ടും. സോ 1.5 മീറ്ററിൽ വേണ്ട ഡെപ്ത് എന്ന് പറയുന്നത് 106 mm ആണ്. ഇതേപോലെ 3 മീറ്ററിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 3 മീറ്ററിൽ ഇതേപോലെ ഇക്വേഷനിൽ ഇവിടെ 1.5 വരും 3 വരും. സോ ഇക്വേറ്റ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് D is equal to 212 mm. ഓൾമോസ്റ്റ് ഡബിൾ ആണ് അല്ലേ? ഓക്കെ. സോ ദിസ് ഈസ് ദ ഡെപ്ത് റിക്വയർഡ് അറ്റ് 3 meter ആൻഡ് ദിസ് ഈസ് ദ ഡെപ്ത് റിക്വയർഡ് അറ്റ് 1.5 meter. അപ്പോൾ ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ആവണമെങ്കിൽ വി ഹാവ് ടു ഡ്രോ എ പ്ലാൻ ആൻഡ് എലിവേഷൻ ഓൾസോ. അപ്പോൾ എങ്ങനെ ബീമിന്റെ പ്ലാൻ എലിവേഷൻ വരയ്ക്കാം? ബീമിന്റെ എലിവേഷൻ വരയ്ക്കുകയാണെങ്കിൽ ഡെപ്ത് കാൻറ്റിലിവറിന്റെ ഇവിടെ
that is equal to 212. 1.5 മീറ്ററിൽ എത്ര വരും? 1.5 മീറ്ററിൽ 106, എൻഡിലേക്ക് എത്തുമ്പോൾ 0. So this is the depth of the beam. This is the elevation of the beam. പ്ലാനിൽ എന്താണ് സംഭവിക്കുന്നത്? പ്ലാനിൽ ബ്രെഡ്ത്ത് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 100 mm. So this is the elevation and this is the plan. ഇത്രയും വരച്ചു വെച്ചാൽ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് ഇസ് സിംപ്ലി സപ്പോർട്ടഡ് ഓവർ എ സ്പാൻ ഓഫ് 5 മീറ്റർ. യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എഫ് കോൺസ്റ്റന്റ് ആക്കിയിട്ടുള്ള ഒരു ബീമാണ്. സ്പാൻ ഇസ് 5 മീറ്റർ. ഇറ്റ് ക്യാരീസ് എ യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 15 kN/m ത്രൂ ഔട്ട് സ്പാൻ. മൊത്തം സ്പാനിൽ അത്രയുണ്ട്. യൂണിഫോം സ്ട്രെസ് തന്നിരിക്കുന്നത് 100 MN/m² ആണ്. കാൽക്കുലേറ്റ് ഡെപ്ത് അറ്റ് ദ മിഡ് സ്പാൻ വേർ ദ വിഡ്ത്ത് ഓഫ് ദ ബീം ഇസ് കോൺസ്റ്റന്റ് ആൻഡ് ഇസ് ഈക്വൽ ടു 200 mm. ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 200 mm വിഡ്ത്ത് കോൺസ്റ്റന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ മിഡ് സ്പാനിലെ ഡെപ്ത് എത്ര വേണമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? മിഡ് സ്പാനിലെ മൊമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ യു ഡി എല്ലിന്റെ കേസിൽ മിഡ് സ്പാനിലെ മൊമെന്റ് എന്ന് പറയുന്നതായിരിക്കും മാക്സിമം മൊമെന്റ്, ആൻഡ് ദാറ്റ് വിൽ ബി WL²/8. നമുക്ക് സംശയമില്ല കാര്യത്തിൽ, അല്ലേ? അപ്പോൾ ആ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് കണ്ടുപിടിക്കണം അറ്റ് ദ മിഡ് സ്പാൻ. രണ്ടാമത്തെ പാർട്ട്, വിഡ്ത്ത് അറ്റ് ദ മിഡ് സ്പാൻ. മിഡ് സ്പാനിൽ വിഡ്ത്താണ് ചോദിച്ചത്, പക്ഷെ കണ്ടീഷൻ എന്നാ ഡെപ്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചു 150 mm. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ അല്ലേ? WL²/8 എന്നുള്ള മാക്സിമം മൊമെന്റ് ഉണ്ടാവും, പക്ഷേ അതിന്റെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ റൈറ്റ് സൈഡിൽ വരുന്ന ഇക്വേഷനിലെ റൈറ്റ് സൈഡിൽ വരുന്നതാണ് F ഇൻറ്റു സെഡ്. എഫ് കോൺസ്റ്റന്റ് ആൻഡ് സെഡ് മാത്രം മാറുന്നുള്ളൂ. ആദ്യത്തെ കണ്ടീഷനിൽ ഡി കണ്ടുപിടിക്കുക, ബി കോൺസ്റ്റന്റ് ആക്കിയിട്ട്. രണ്ടാമത്തെ കണ്ടീഷനിൽ ബി കണ്ടുപിടിക്കുക, ഡി കോൺസ്റ്റന്റ് ആക്കിയിട്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 15 kN ത്രൂ ഔട്ട് ദ സ്പാൻ ആണ്. സ്പാനിന്റെ ലെങ്ത് 5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം മൊമെന്റ് അറ്റ് സെന്റർ എന്തായിരിക്കും? WL²/8. ഡയറക്റ്റ് നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ സപ്പോർട്ട് റിയാക്ഷൻ ഒക്കെ കണ്ടുപിടിച്ച് മൊമെന്റ് അറ്റ് ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കി ലാസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പം അതിനൊന്നും ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഫോർമുല ബൈ ഹാർട്ട് അല്ലേ? ഒരു യു ഡി എൽ ആണെങ്കിൽ സെന്ററിൽ മാക്സിമം മൊമെന്റ് ഉണ്ടാവും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു WL²/8 എന്നുള്ളത് ബൈ ഹാർട്ട് ആണ്. സോ വി ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് ദാറ്റ് വാല്യൂ. ഇവിടെ ഈ ഇക്വേഷൻ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൊന്നും വേണ്ട, നമുക്കറിയാം WL²/8 ആണെന്നുള്ളത്. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് F ഇൻറ്റു സെഡ് ആണ്. എഫ് എന്നുള്ള തന്നിട്ടുണ്ട് 100 MN/m². അതിനെ വീണ്ടും നമ്മൾ Nm/m² ആക്കി. ദാറ്റ് ഈസ് 100 × 10⁶. Z is equal to 1/6 BD² ആണ്. ബി എന്ന് പറയുന്നത് 200 mm കോൺസ്റ്റന്റ് ആക്കി വെച്ചു എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് കേസിൽ. അപ്പോൾ 0.2 mm ഇൻറ്റു D². ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി കിട്ടും. ദാറ്റ് ഈസ് ഡി ഒബ്റ്റൈൻഡ് ആസ് 118.64 mm. ഇനി ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ കണ്ടീഷനിൽ ഡെപ്ത് റിമൈൻസ് കോൺസ്റ്റന്റ്. സെയിം ഇക്വേഷൻ ആണ്, വ്യത്യാസമൊന്നുമില്ല. സെയിം ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ അതുപോലെ WL²/8 എന്നുള്ള സെയിം വാല്യൂവിന് ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു F ഇൻറ്റു സെഡ് എന്നുള്ളതിൽ BD²ലെ ഡി കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അതായത് ഇവിടെ 1/6 × B ഇൻറ്റു D², 0.15 കോൺസ്റ്റന്റ് ആക്കി. അങ്ങനെയാണെങ്കിൽ ബി എത്ര വേണമെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ നമുക്കറിയാം വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത്, അല്ലേ? ബിന്റെ വേരിയേഷൻ പോയിന്റ് ലോഡിലാണെങ്കിൽ എക്സും യു ഡി എൽ ആണെങ്കിൽ സ്ക്വയറിൽ വേരിയേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ വേരിയേഷനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ ഇക്വേഷൻ ഉണ്ടാക്കിയത്. പക്ഷെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ബൈ ഹാർട്ട് ആണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഡെപ്ത് കിട്ടിയത് എങ്ങനെ കണ്ടോ? ഡെപ്തിന്റെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒരു പാരബോളിക് വേരിയേഷൻ ആണ്, യു ഡി എൽ ആയതുകൊണ്ടാണ്. ഇവിടെ അതുപോലെ തന്നെ യു ഡി എൽ ആയതുകൊണ്ട് ഈ കോൺസ്റ്റന്റ് വേരിയേഷന് പകരം പാരബോളിക് വേരിയേഷനായി മാറി. ഇൻക്ലൈൻ ലൈനിന് പകരം പാരബോളിക് വേർഷനായിട്ട് ബി മാറി. ഇപ്പം ഫിഗർ വരയ്ക്കാൻ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. യു ഡി എൽ ആണെങ്കിൽ ഡെപ്തും ബ്രെഡ്ത്തും പാരബോളിക് ആയിരിക്കും. ഓക്കെ, പോയിന്റ് ലോഡ് ആണെങ്കിൽ ഡെപ്ത് എന്താണെങ്കിലും പാരബോളിക് ആയിരിക്കും, കാരണം BD² എന്നുള്ള ഇക്വേഷൻ ആയതുകൊണ്ട്. പക്ഷെ ബ്രെഡ്ത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുപോലെ. എനിവേ, ഈ ഡയഗ്രത്തിന്റെ പ്രോപ്പർട്ടി പഠിച്ചു വെക്കുക. ബാക്കി നിങ്ങൾ ഇക്വേഷൻ ഉണ്ടാക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. യു ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് ബി, ആൻഡ് ദ വാല്യൂ ഓഫ് ബി is obtained as 125 mm. Okay, so this is the topic covering the
ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്. ഇപ്പോൾ ഇവിടെ കാൻഡിലിവറും പഠിച്ചു, നമ്മൾ സിംപിളി സപ്പോർട്ടഡ് ബീമും പഠിച്ചു. ലോഡിംഗ് കണ്ടീഷൻ പഠിക്കേണ്ടത് ഒന്ന് UDL ആണ്, ഒന്ന് പോയിന്റ് ലോഡാണ്. അപ്പോൾ വേരിയേഷനെ പറ്റി ഐഡിയ കിട്ടിയല്ലോ. ഡെപ്തിന്റെ കേസിലെ വേരിയേഷൻ എങ്ങനെയാണെങ്കിലും പാരബോളിക് ആയിരിക്കും, അത് പോയിന്റ് ലോഡ് ആയാലും UDL ആയാലും. പക്ഷേ ബ്രെഡ്ത്തിന്റെ വേരിയേഷൻ UDL ആണെങ്കിൽ പാരബോളിക് ആയിരിക്കും, പോയിന്റ് ലോഡ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ആയിരിക്കും. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ജനറലായിട്ട് മനസ്സിൽ എപ്പോഴും വെക്കേണ്ടത്, കാൻഡിലിവറിന്റെ കേസിൽ എൻഡിൽ ബ്രെഡ്ത്തും ഡെപ്തും 0 ആയിരിക്കണം വേരിയേഷൻ. അതേപോലെ സിംപിൾ സപ്പോർട്ടിന്റെ കേസിൽ സെൻട്രൽ പോയിന്റിൽ മാക്സിമവും രണ്ട് എൻഡിലും 0 വാല്യൂസ് ആയിരിക്കും. ഡെപ്തും ബ്രെഡ്ത്തും വേരി ചെയ്യുന്നുണ്ടെങ്കിൽ, കോൺസ്റ്റന്റ് അല്ല വെക്കുന്നെങ്കിൽ രണ്ടും 0 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റും തറവാക്കി മനസ്സിൽ വെക്കാം. ഇത്ര മാത്രമാണ് നമുക്ക് ഈ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. പഠിച്ചൊന്ന് ഓടിച്ചു നോക്കാം. ഒന്ന്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്. ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുന്നത് എഫ് ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. എഫ് കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ എം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സെഡ് ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ സെഡ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാവാം. ഒന്നുകിൽ ബ്രെഡ്ത്ത് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡെപ്ത് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇത് രണ്ടും ചേഞ്ച് ചെയ്യാം. രണ്ടാമത്തത് വേരിയേഷൻ ഡയഗ്രാം എങ്ങനെയാന്നുള്ളത്. കാൻഡിലിവറിന്റെ കേസിലാണെങ്കിൽ എൻഡ് പോയിന്റിൽ വേരി ചെയ്യുന്നതാണെങ്കിൽ ബ്രെഡ്ത്തും ഡെപ്തും 0 ആയിരിക്കും. സിമ്പിൾ സപ്പോർട്ടിന്റെ കേസിലാണെങ്കിൽ എൻഡ് പോയിന്റിൽ 0 ആയിരിക്കും, ബാക്കി സെൻട്രൽ പോയിന്റിൽ അല്ലെങ്കിൽ എവിടെയാണോ മൊമെന്റ് കൂടുതൽ അവിടേക്ക് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ പാരബോളിക് വേരിയേഷൻ ഉണ്ടാവും. മൂന്നാമത്തത് ലോഡിനനുസരിച്ചാണ് ഈ ലൈൻ വേരി ചെയ്യുന്നത്. UDL ആണെങ്കിൽ ബി ആൻഡ് ഡെപ്ത് രണ്ടും പാരബോളിക് ആയിരിക്കും. പോയിന്റ് ലോഡ് ആണെങ്കിൽ ബി സ്ട്രെയിറ്റ് ലൈനും ടി പാരബോളിക് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആകെ മൊത്തം പഠിച്ചത്. ഓക്കെ, അപ്പൊ ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു.